ഗായ്സ്, അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ മുന്നിലുള്ളതെന്ന് പറഞ്ഞാൽ ആക്റ്റീവ 125 OBD2 2025 എഡിഷനാണ്. അപ്പം ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം നമുക്ക് വരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം മേളിൽ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ ഒരു 2 മിറേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ മുന്നത്തെ ജനറേഷൻ ആക്റ്റീവായുള്ള സെയിം മിറേഴ്സ് തന്നെയാണ് പറഞ്ഞത്. പഴയ ജനറേഷനെ വെച്ച് നോക്കുമ്പം ഇവിടെ ഈ ഹെഡ്ലൈറ്റിൻ്റെ എഡ്ജെല്ലാം ഒന്ന് റൗണ്ട് ആക്കിയിട്ടുണ്ട്, കർവിങ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം പിന്നെ ഫ്രണ്ടിലോട്ട് പിന്നെ താഴത്തേക്ക് വരുമ്പം വണ്ടിയുടെ 2 ഇൻഡിക്കേറ്റേഴ്സ് 2 സൈഡിൽ 2 DRLs വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പിന്നെ ഹെഡ്ലൈറ്റും DRLസും പൊതുവെ LED ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് നോർമൽ ഇൻഡിക്കേറ്റേഴ്സും ബാക്ക് ഇൻഡിക്കേറ്റേഴ്സും ടെയിൽ ലൈറ്റും നോർമൽ ഹാലോജൻ ബൾബ്സുമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം പഴയ ജനറേഷനുമായിട്ട് വെക്കുമ്പോൾ ഉള്ള പുതിയ ജനറേഷനിലുള്ളൊരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് വരുന്നുണ്ട്, ഒരു മാസ്കിങ് പോലെ. അപ്പം അത് ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഞാനതൊന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. താഴെ ഒരു ക്രോം എലമെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം താഴത്തേക്ക് വരുമ്പം ഒരു എക്സ്ട്രാ ഗാർഡ് വരുന്നുണ്ട്. അപ്പം താഴത്തേക്ക് വരുന്ന സമയത്ത് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് കാണാൻ പറ്റുന്നത്. ഇപ്പുറത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഓരോ റിഫ്ലക്ടർ വീതം വരുന്നുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് പുറത്ത് പോയതുകൊണ്ടാണ് കേട്ടോ ഈ ചെളിയൊക്കെ പറ്റിയിരിക്കുന്നത്. ഓക്കെ, 90/12 ഇഞ്ചിൻ്റെ ടയറാണ് പറഞ്ഞാൽ MRFൻ്റെ നൈലോ ഗ്രിപ്പിൻ്റെ ടയേഴ്സാണ് വന്നേക്കുന്നത്. ഓക്കെ, 12 ഇഞ്ചിൻ്റെ അലോയ് വീൽസുമാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇച്ചിരി പഴയ ജനറേഷനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇച്ചിരി മാറ്റങ്ങൾ അവിടെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം പഴയ ജനറേഷനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ആക്റ്റീവ എന്ന് പറയുന്നൊരു ബാഡ്ജിങ്ങും ഒരു ക്രോം ഇൻസേർട്ടും ഇച്ചിരി ഫ്രണ്ടിലോട്ടായിട്ടാണ് വന്നിരുന്നത്. ഇപ്പോൾ ഈ പുതിയ ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ബാക്കിലോട്ടായിട്ടാണ് പറഞ്ഞത്. ഇവിടെ ഉണ്ട്, അതായത് ഞാൻ എൻ്റെ ഒരു ഇതിനനുസരിച്ച് ഞാൻ അതൊന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്, താഴെ എക്സോസ്റ്റ് പൈപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ബാക്കിലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ഫുള്ളി ഹാലോജനായിട്ടുള്ളൊരു ടെയിൽ ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സാണ് നമുക്ക് ബാക്കിൽ വരുന്നത്. ഓക്കെ, ഈ സൈഡിലുള്ളതുപോലെ തന്നെ ഒരു ആക്റ്റീവയുടെ ഒരു സിൽവർ ക്രോം എലമെൻറ്റ് ബാഡ്ജിങ്ങും ഇത് അപ്പുറത്തെ സൈഡിലുള്ള പോലെ ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹീറ്റ് പുറത്തോട്ടുള്ളൊരു എയർ വിൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുഡ് റെസ്റ്റ് ഒന്നും വരുന്നുണ്ട്. BSPയുടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്, എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മീറ്ററിലേക്ക് പോകാം. നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളതൊരു ഹെഡ്ലൈറ്റിൻ്റെ ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ചുകളാണ് പറഞ്ഞത്. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ജോയ്സ്റ്റിക്ക് മീറ്റർ കൺട്രോളിങ്ങിനുള്ള ഒരു ജോയ്സ്റ്റിക്കും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ടേൺ ഇൻഡിക്കേറ്റേഴ്സിനുള്ള സ്വിച്ച്, ഹോണ്. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇഗ്നീഷനും ഓഫും ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു സ്വിച്ചുമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ തന്നെയാണ് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ഇതും പറഞ്ഞത്. അപ്പം അകത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് കീ ഹോളും കീ സോക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അവിടെ തന്നെയാണ് ഫ്യൂവൽ ടാങ്കും സീറ്റും ഒക്കെ ഓപ്പൺ ആക്കാനുള്ളതിന് സ്പെഷ്യൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വരികയാണെങ്കിൽ ലോക്ക്, ഫ്യൂവൽ, സീറ്റ്, അതിനുള്ള ഇത് വരുന്നുണ്ട്. ഇഗ്നിഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അപ്പം നമുക്ക് മീറ്റർ ഒന്ന് ഓണാക്കി നോക്കാം. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ജോയ്സ്റ്റിക്ക് വെച്ചാണ് ഈ മീറ്റർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് വരുമ്പോൾ ഫ്യൂവലിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. ഫ്യൂവൽ റേഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ താഴോട്ട് വരുമ്പം സെറ്റിങ്സിനകത്ത് ഫങ്ഷൻസ്, ഇതിനകത്ത് ട്രിപ്പ് A, ഓട്ടോ റീസെറ്റ്, എക്കോണമി ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫങ്ഷൻ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്, ഡിസ്പ്ലേ ടൈപ്പ് വരുമ്പോൾ ബാർ സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. താഴത്തേക്ക് വരുമ്പോൾ ബ്രൈറ്റ്നസ്, അത് ഓട്ടോയും മാനുവലും വരുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇതിനനുസരിച്ച് മാനുവലി ഡാർക്ക് മോഡാണ് ഞാൻ ഇട്ടേക്കുന്നത്, എനിക്ക് കംഫർട്ടബിളിനായിട്ട്. പിന്നെ തീംസ് വരുമ്പോൾ ഓട്ടോ ഉണ്ട്, ഡാർക്ക്, ലൈറ്റ് അങ്ങനെയാണ് പറഞ്ഞത്.
പിന്നെ ഫേവറേറ്റ് ഇൻഫർമേഷനകത്ത് ടോട്ടൽ, ഇൻസ്റ്റൻറ്റ് കോയിൻസ്, ട്രിപ്പ് എ കോയിൻസ്, ട്രിപ്പ് എ ആവറേജ് കോയിൻസ്, കാര്യങ്ങൾ, ട്രിപ്പ് ബി കോയിൻസ്, അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആവറേജ് സ്പീഡ്, അങ്ങനെയുള്ള ബ്ലാങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ താഴെ ഹാൻഡിലിൻ്റെ താഴെയായിട്ടൊരു നോർമൽ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വലിയ ഫാസ്റ്റൊന്നും അല്ല, എന്നാലും ഇപ്പോൾ ഫോണിന് തീരെ ചാർജൊക്കെ ആണെങ്കിൽ കുറവാണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്. ഇവിടെ മേളത്തെ സ്വിച്ചിലോട്ട് നീക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ ഫ്യൂവൽ ടാങ്കിൻ്റെ ക്യാപ്പ് ഓപ്പൺ ആയി വരും. അത് മുമ്പേ പറഞ്ഞ പോലെ 5.3 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇവിടെ E20യുടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവിടെ പെട്രോളിൽ എഥനോൾ കലർന്നതുകൊണ്ടാണ്, 20% എഥനോൾ ഉള്ളത് കൊണ്ടാണ് E20യുടെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത്. കേസ് മുമ്പേ പറഞ്ഞപ്പം വിട്ടുപോയൊരു കേസാണ് ഡിസ്കിൻ്റെ കാര്യം. ഡിസ്ക് വരുന്നത് 190 mm ഒരു ഡിസ്ക് ബ്രേക്കാണ് പറഞ്ഞത്. ഒരു കാലിബേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലുള്ള പോലെ ഇപ്പുറത്തെ ഒരു റിഫ്ലക്ടർ കാര്യങ്ങൾ, ഗാർഡ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഓക്കെ, ഇപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഈ വണ്ടി എങ്ങനെയുണ്ട്, ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിരുന്നു. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം അതിനുള്ളൊരു ഇതാണ് വണ്ടിയുടെ റിവ്യൂ ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചത്. അപ്പം പ്രോപ്പർ റിവ്യൂ ആയിരിക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതി അറിയിക്കുക. അപ്പം ഇത്രയൊക്കെയുള്ള വണ്ടിയുടെ കാര്യങ്ങൾ. ഇപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ഇതുവരെ ഇറ്റ്സ് മീ അക്വാ ബൈ, സൈനിങ് ഔട്ട്. ബൈ.